ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം നിസാൻ ഇന്ത്യയിൽ കുറച്ച് കാലമായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇവർ ഇതിനു മുമ്പ് ഇറക്കിയിട്ടുള്ള വാഹനം 2020 ഡിസംബറിൽ വന്ന മാഗ്നേറ്റ് ആണ്. അതൊരു സബ് കോമ്പാക്ട് SUV ആയിരുന്നു. ആ വണ്ടി അത്യാവശ്യം നല്ല സക്സസ് ആയി, അതിൻ്റെ പ്രൈസ് കൊണ്ടും അതുപോലെ ഒരു വാല്യൂ ഫോർ മണി ഫോം ഫാക്ടറൊക്കെ കൊണ്ടും. പക്ഷേ എന്നാൽ അതിന് മുമ്പ് വന്നിട്ടുള്ള ഇപ്പോൾ കിക്സ് 2019 വന്നു, അതൊക്കെ വലിയൊരു ഫ്ലോപ്പായിരുന്നു. അതിനു മുമ്പ് പിന്നെ ഒരു ടെറാനോ അതുപോലെ സണ്ണി ഉണ്ടായിരുന്നു, പിന്നെ മൈക്ര അങ്ങനത്തെ വണ്ടികളൊക്കെ വെച്ചാണ് ഇന്ത്യയിൽ പിടിച്ചു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ഇറ കഴിഞ്ഞ് നിസാൻ ഇന്ത്യയിൽ അങ്ങനെ പിടിച്ചു വെക്കാൻ മാത്രമുള്ള പ്രത്യേകിച്ചുള്ള വണ്ടികളൊന്നും അവരിറക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഫൈനലി അതിനൊരു അവസാനം വന്നിരിക്കുകയാണ്. കുറച്ച് കാലമായിട്ട് നമ്മൾ ഈ എക്സ്ട്രയിൽ വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതുവരെ വാഹനത്തിൻ്റെ ക്യാമോഫ്ലാഷ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഇമേജ് ഒന്നും നമ്മളങ്ങനെ ഒരുപാട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും വരുന്നുള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതിനു മുമ്പ് ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രയിൽ അവരോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, 1-2 മാസത്തിനുള്ളിൽ ലോഞ്ച് ആവും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഫൈനലി നിസാൻ ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് നിസാൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അവർ പുറത്തുവിട്ടിരിക്കുന്ന സംഭവമാണ്. അവരുടെ പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ ഈ ഒരു പോസ്റ്റർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പുതിയ എക്സ്ട്രയിലാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ബ്ലോക്ക് യുവർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് യുവർ ഡേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. എന്നത്തേക്കാണ് ഡേറ്റ് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നവരിപ്പോഴും പറഞ്ഞിട്ടില്ല. പക്ഷേ അഗൈൻ അത് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഒക്കെ അവർ ഡിസ്ക്ലോസ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ വാഹനം അധികം ലേറ്റ് ആവാണ്ട് തന്നെ വരും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. നിസാൻ ഈ വാഹനത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിയാം. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് ഒബ്വിയസ്ലി നമുക്കറിയാം. 2022 നിസാൻ ഈ വാഹനം നമുക്ക് ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഒരു കാഷ്കായി അതുപോലെ ഈ വണ്ടി കാണിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജൂക്ക് ഉണ്ടായിരുന്നു. ഈ 3 വണ്ടികൾ ഇന്ത്യക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2023 ആയപ്പോഴേക്കും അവർ എക്സ്ട്രയിൽ ഇന്ത്യക്ക് വേണ്ടി കൺഫേം ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു. 2024 ഫൈനലിൽ നമ്മുടെ എക്സ്ട്രയിൽ ഇറങ്ങാൻ പോവാണ്. മറ്റുള്ള 2 വാഹനങ്ങൾ കാഷ്കായും ജൂക്കും എന്തായാലും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നില്ല. ഈ വണ്ടി മാത്രമേ വരുള്ളൂ. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനൊക്കെ നമ്മൾ കണ്ട ആ ഒരു സെയിം വാഹനം പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് പോർഷന് DRLസും താഴത്തെ പോർഷന് മെയിൻ ഹെഡ്ലൈറ്റ്സ് ഒക്കെയാണ് വരുന്നത്. ഈ വാഹനത്തിൽ അവർ ഈ അടുത്ത് അതായത് 2023 US ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഇന്ത്യയിലേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കുറച്ചും കൂടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. ഇവർ ഇന്ത്യയിലേക്ക് ഈ വണ്ടി CBU ആയിട്ടാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് മിക്കവാറും കുറച്ച് പഴയ വേർഷൻ ആയിരിക്കും. അതായത് പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലായിരിക്കും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത്. റോഗ് എന്ന് പറഞ്ഞ പേരിലാണ് അവർ US ഇറക്കിയത്. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ഒരിക്കലും ഒരു ചെറിയ വണ്ടിയൊന്നുമല്ല. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഒരു 4.4 മീറ്റേഴ്സിനടുത്തൊക്കെ, അതായത് ഏകദേശം ഒരു കോമ്പസ് സൈസ് പോലൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അത് കോമ്പസിൻ്റെ സൈസ് അല്ല, 4.6 മീറ്റേഴ്സോളം ലെങ്ത് വരുന്ന അത്യാവശ്യം നല്ല സൈസുള്ളൊരു വലിയ SUV തന്നെയാണത്. സൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ കോഡിയാക്കിൻ്റെ അത്രയൊക്കെ വലുപ്പം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. ആൻഡ് ഇത് വലുപ്പം പോലെ തന്നെ 7 സീറ്ററും 5 സീറ്റർ 2 കൺഫിഗറേഷൻസിൽ അവൈലബിൾ ആണ്. അതിൽ ഏത് മോഡലാണ് നിസാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇൻ്റർനാഷണലി ഈ 2 ഓപ്ഷൻസും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മളിതിൻ്റെ റിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എനിക്കിതിൻ്റെ റിയറിൽ നിന്നാണ് ഒരു ഇത്തിരി ഓക്കോർഡായിട്ട് ഈ വാഹനത്തിന് ഡിസൈൻ തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് സബ്ജക്റ്റീവാണ്, എല്ലാവർക്കും ചിലപ്പം അങ്ങനെ തോന്നിക്കൊള്ളണമെന്നില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വലിയ ഒരു ഹൊറിസോണ്ടലി പ്ലേസ്ഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ഒക്കെയാണ് വരുന്നത്. LED ടെയിൽ ലാംപ്സ് തന്നെയാണ്. ആൻഡ് ഈ വാഹനത്തിൻ്റെ ജനറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4th ജനറേഷൻ മോഡലാണ് ഇപ്പോൾ നമുക്ക് ഇനി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഇതിൻ്റെ 1st and 2nd ജനറേഷൻ മോഡൽസ് നമുക്ക് ഇന്ത്യയിൽ പണ്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് 3rd ജനറേഷൻ മോഡലും അവർ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷെ അത് ലോഞ്ച് ചെയ്തില്ല. ഈ വണ്ടി കാണിച്ചില്ല 2022. അതുപോലൊക്കെ തന്നെ ജസ്റ്റ് കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർ മൊത്തത്തിൽ മറന്നു. പിന്നെ പുതിയ ജനറേഷൻ മോഡൽ ഇറങ്ങുമ്പോഴാണ് അവർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റി പിന്നെയും സംസാരിച്ചു തുടങ്ങിയത്. ഈ വണ്ടി റെനോ നിസാനും കൂടെ ഡെവലപ്പ് ചെയ്ത CMF-C എന്ന് പറയുന്ന ആർക്കിടെക്ചറിൽ ബേസ് ചെയ്ത് വരുന്നൊരു വാഹനമാണ്. മോണോക്കോക്ക് ആർക്കിടെക്ചർ തന്നെയാണ്. പക്ഷേ ഈ വാഹനത്തിൽ ഇൻ്റർനാഷണലി ഫ്രണ്ട് വീൽ ഡ്രൈവും അതുപോലെ ഓൾ വീൽ ഡ്രൈവ് വേർഷൻസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇതിലും ഏത് വേർഷനാണ് നമുക്ക് ഇന്ത്യയിലേക്ക് കിട്ടാൻ പോകുന്നത് എന്നവർ കൺഫേം ചെയ്തിട്ടില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വേർഷനും കൂടെ കിട്ടും. പക്ഷേ ഭാഗ്യമില്ലെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ തന്നെ നമ്മൾ സംതൃപ്തരാവേണ്ടി വരും. പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റ്, അതായത് ഈ വണ്ടിയുടെ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ മിക്ക വേർഷൻസിലും നമുക്ക് ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ കോമ്പസിൽ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്, ട്യൂസോണിൽ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്, കോഡിയാക്ക്, ടിഗ്വാൻ, എല്ലാത്തിനകത്ത് ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിസാൻ കൊടുക്കേണ്ടതാണ്. ഇനി അത് നമുക്ക് കണ്ടറിയാം. ഇനി ബാക്കി ഫീച്ചേഴ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ വാഹനം ഡീസൻ്റ്ലി ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇതിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് പ്രീ ഫേസ് ലിഫ്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഇത്തിരി വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ എന്തായാലും 12.3 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ അത്യാവശ്യം 10 ഇഞ്ചിന് മുകളിൽ സൈസ് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആൻഡ് ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ക്വാളിറ്റി വൈസ് ഒന്നും യാതൊരു പ്രശ്നവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കംപ്ലീറ്റ്ലി ബിൽഡപ്പ് യൂണിറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇൻ്റർനാഷണലി ഉള്ള ഒരു സെയിം ക്വാളിറ്റി തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും എന്ന് മാത്രം ഉള്ളൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ ഈവൻ ഈ വാഹനത്തിനകത്ത് വരുന്ന ബാക്കി സംഭവങ്ങൾ, അതായത് പാനോറാമിക് സൺറൂഫ് ഉണ്ട്, പിന്നെ മൾട്ടി സോൺ ഓട്ടോ AC ഇതിനകത്ത് വരുന്നുണ്ട്, പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും അതുപോലെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം, ഇങ്ങനെ പല ഫീച്ചേഴ്സ് നമുക്ക് ഇൻ്റർനാഷണലി അവൈലബിൾ ആണ്. 360 ഡിഗ്രി ക്യാമറ ഒക്കെ ഇതിനകത്തുണ്ട്.
പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന വേരിയൻ്റ് അനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ ഒരു മിഡിൽ ട്രിമൊക്കെയാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്തായാലും CBU ആയിട്ടാണ് കൊണ്ടുവരുന്നത്, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ടോപ്പ് വേരിയൻറ്റ് കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും ഫീച്ചേഴ്സെങ്കിലും കിട്ടുമല്ലോ. അല്ലാതെ ഇപ്പോൾ ഒരു മിഡിൽ ട്രിമൊക്കെ കൊണ്ടുവന്ന് അധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു സെഗ്മെൻറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മിക്കവാറും പണി പാളും. കാരണം ആ സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടികൾക്കും അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും ഫീച്ചറിലുള്ള ഒരു വാഹനം ട്യൂസോണാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കോമ്പസും അതുപോലെ കോഡിയാക്കും ഒക്കെ വരും. പിന്നെ കോഡിയാക്കും ടിഗോൻ്റെ ഒക്കെ ഒരു ജനറേഷൻ അപ്ഡേറ്റ് ഇപ്പോൾ ഡ്യൂ ആയി നിൽക്കുകയാണ്. അതിൻ്റെയൊക്കെ ടെസ്റ്റിങ്ങും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്നുണ്ട്, പുതിയ ജനറേഷൻ മോഡൽസിൻ്റെ. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ എന്തായാലും ഈ വാഹനം കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോഡർ ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ്, ഈ വാഹനത്തിനകത്ത് ഇൻ്റർനാഷണലി ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സാധാരണ പെട്രോൾ എഞ്ചിൻ ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് എഞ്ചിൻ ഉണ്ട്, ടർബോ പെട്രോൾ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ വേർഷൻസ് നിസാൻ ഈ വാഹനത്തിന് ഇൻ്റർനാഷണലി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യയിലേക്ക് സാഡ്ലി ഇതിൻ്റെ ഹൈബ്രിഡ് വേർഷൻ വരില്ല. 2022 അവർ ഈ വാഹനത്തിൻ്റെ ഹൈബ്രിഡ് കൊണ്ടുവരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം മാർക്കറ്റൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിസാൻ പറയുന്നത് ഹൈബ്രിഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ അത് വയബിൾ ആവില്ല എന്നാണ്. കാരണം ഹൈബ്രിഡിന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമുക്കൊരു ടാക്സിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നില്ല. ഇലക്ട്രിക് ആണെങ്കിൽ പിന്നെയും കിട്ടും, അതിനകത്ത് GSTയും സംഭവങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഹൈബ്രിഡിനൊന്നും കിട്ടാത്തതുകൊണ്ടും ഓൾറെഡി ഹൈബ്രിഡ് ഇൻ്റർനാഷണലി അത്യാവശ്യം എക്സ്പെൻസീവ് ആയത് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വയബിൾ ആവില്ല എന്ന് തോന്നിയതുകൊണ്ടും അവർ ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തു. അതിന് പകരം നമുക്കിവിടെ കിട്ടാൻ പോകുന്ന 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്ന മോഡലാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മോശമായിട്ട് തോന്നുമായിരിക്കും, അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് അത്ര മോശം എഞ്ചിനല്ല. കാരണം ഈ ഒരു ചെറിയ 1.5 ലിറ്റർ എഞ്ചിനിൽ നിന്ന് അവർ ഉണ്ടാക്കുന്നത് 201 PS പവറും 305 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ്. ഇതിൻ്റെ അകത്ത് വേരിയബിൾ കംപ്രഷൻ ടർബോ ചാർജറാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തായാലും CVT ട്രാൻസ്മിഷനോടുകൂടിയായിരിക്കും വരുന്നത്, നിസാൻ്റെ എക്സ്ട്രോണിക് CVT ട്രാൻസ്മിഷൻ. അതുമാത്രമാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. ഇത്രയും പവർ വരുമ്പം CVTയുടെ ആ ഒരു ചെറിയൊരു വലിച്ചിലുണ്ടാവും. പക്ഷെ എന്തായാലും ഇത്രയും പവറുള്ള സ്ഥിതിക്കും പിന്നെ ടർബോ പെട്രോൾ ആയ സ്ഥിതിക്കും കുറേയൊക്കെ അതിന് മാസ്ക് ചെയ്യാൻ പറ്റും. ഇവർ പെട്രോൾ CVT കൊടുക്കുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അതവിടെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വണ്ടി അങ്ങനെ അനങ്ങുന്നില്ല. പക്ഷേ ടർബോ പെട്രോളിലേക്ക് വരുമ്പോഴേക്കും കമ്പാരിറ്റീവ്ലി ഒരു ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ പൊതുവേ കണ്ടുവരാറുള്ളത്. ഇനി ഇതിൻ്റെ പ്രൈസ്, ഞാൻ ഇതിൻ്റെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് വണ്ടികളുടെ പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ ഐഡിയ കിട്ടി കാണുമായിരിക്കും. പിന്നെ CBU ആയിട്ട് വരുന്നത് കൊണ്ടും ഒബ്വിയസ്ലി ഇതിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും. നമുക്കിപ്പം ഞാൻ ഈ പറഞ്ഞ വണ്ടികളെല്ലാം തന്നെ CKD ആണ്. അതായത് കോമ്പസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫോക്സ് വാഗൻ്റെ ടിഗ്വാൻ, കോഡിയാക്ക്, ഇതെല്ലാം CKD ആയതുകൊണ്ട് 30-35 മാക്സിമം നമ്മുടെ കോഡിയാക്കിൻ്റെ 40 lakhs ആ ഒരു പ്രൈസ് പോയിന്റിലേക്കാണ് നിൽക്കുന്നത്. ഓൺ റോഡ് വരുമ്പോൾ 45-46 ഒക്കെ ആവുമായിരിക്കും. ഈ വാഹനത്തിൻ്റെയും എക്സ്-ഷോറൂം പ്രൈസ് 35-40 lakhs റേഞ്ചിൽ വരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അതായത് ഓൺ റോഡ് എടുക്കുമ്പോൾ 45 lakhs പ്ലസ് വരാൻ പോകുന്ന ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതവർ CBU ആയിട്ട് 2500 വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു റൂളുണ്ട്. ആ ഒരു റൂളിന് അണ്ടറിലായിരിക്കും കൊണ്ടുവരുന്നത്. അതായത് ജസ്റ്റ് ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് അവർക്ക് ഈ വണ്ടി വിറ്റ് മാസ് മാർക്കറ്റ് സെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല. ഇവരുടെ പുതിയ വണ്ടി വരുന്നുണ്ട്, നമ്മുടെ പുതിയ ജനറേഷൻ ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള SUV. അത് വരുന്നത് വരെ ജസ്റ്റ് പിടിച്ചു വെക്കാനുള്ള ഒരു വണ്ടിയായിട്ടായിരിക്കും അവർ മിക്കവാറും ഉദ്ദേശിക്കുന്നത്. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.